ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 3-ാമത്തെ ദിവസമാണിന്ന്, ശനിയാഴ്ച. നാളെ വിശുദ്ധ കുരിശിൻ്റെ തിരുനാളാണ്. കുരിശ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചെങ്കിൽ കുരിശുകൾ വരുമ്പോൾ മാറിപ്പോകാൻ നമ്മൾ ഓടി നടക്കുകയില്ലായിരുന്നു. പക്ഷേ ഒന്നോർക്കാം, കുരിശ് കർത്താവ് ആഗ്രഹിക്കുന്ന സമയം വരെ സഹിച്ചാൽ അത് താനേ മാറിക്കൊള്ളും. ഒരു ചൈനീസ് പഴമൊഴിയാണത്. കർത്താവിൻ്റെ സമയം വരെ എന്തായാലും അത് സഹിക്കണം. അങ്ങനെ സഹിച്ചാൽ അത് മഹത്വകരമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സഹിക്കുന്ന കാലഘട്ടം, ആ സമയം വരെ നിൽക്കാനാണ് നമുക്ക് പറ്റാത്തത്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ ബഹുമാനത്തോടെ ആദരവോടെ അവരൊരു കുരിശ് ഫ്രെയിമിട്ട് വെച്ചിരിക്കുന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാർപ്പാപ്പ നേരിട്ട് വെഞ്ചരിച്ച് തന്ന കുരിശാ, അതെങ്ങനെയോ അവർക്ക് കിട്ടി. എന്തൊരു ബഹുമാനത്തോടു കൂടിയാണ് അത് കടന്നു വരുന്ന റൂമിൽ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വെച്ചിരിക്കുക, നല്ല ഫ്രെയിം ഇട്ടിട്ട്. ഈശോ ഉള്ളിലിരുന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു, മാർപ്പാപ്പ വെഞ്ചരിച്ച് തന്ന കുരിശ് എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഫ്രെയിമിട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വെഞ്ചരിച്ച് തന്നതാ നിൻ്റെ ജീവിത പങ്കാളിയായ കുരിശ്. എന്തേ അതിനെ ചുമക്കാൻ പറ്റാത്തത്? ഞാൻ വെഞ്ചരിച്ച് തന്നതാ നിൻ്റെ മാറാരോഗം. എന്തേ നിനക്കതിനെ സ്വീകരിക്കാൻ പറ്റാത്തത്? ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കുരിശുകൾ ഇങ്ങനെ വെഞ്ചരിച്ച് തരും. അത് കുറച്ച് കാലത്തേക്ക് സഹിച്ചേ പറ്റൂ. അത് സഹിക്കാൻ വേണ്ടിയാണ് നമ്മളോട് യാചനാപൂർവം കർത്താവ് ഇങ്ങനെ കുരിശുകൾ തരുന്നത്. മട്ടാഞ്ചേരിയിലെ പാന്തൻ കുരിശ് അല്ലെങ്കിൽ ഭ്രാന്തൻ കുരിശ്, കുരിയച്ചൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. കേൾക്കാനായിട്ട് ഒരു രസകരമായ കഥയുമുണ്ട്. കുരിശിൻ്റെ കാര്യം പറഞ്ഞ് സത്യാഗ്രഹം വന്ന ഒരു അവസ്ഥ നോക്കണേ. പണ്ട് ഈ പോർച്ചുഗീസുകാരാണല്ലോ ഇന്ത്യയിലേക്ക് വന്ന് വിശ്വാസവും ക്രൈസ്തവ വിശ്വാസമൊക്കെ പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിനുവേണ്ടി അവർ മിഷണറിമാരെയും കൂടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അവർ വിശ്വാസം പകർന്ന് തന്നിരുന്നു. അവർ മട്ടാഞ്ചേരിയിൽ പണിതുയർത്തിയതാണ് ജീവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയവും അതിൻ്റെ കീഴിലുള്ള വിശുദ്ധ കുരിശിൻ്റെ കപ്പേളയും. പക്ഷേ ഈ കുരിശിൽ ഒന്നിച്ചു നിന്ന ആളുകൾ പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ട് ജനം പല വഴിയായി. അങ്ങനെ ഒരു ഭിന്നിപ്പ് വന്നു. അപ്പോൾ ഈ മിഷണറിമാരുടെ ജീവിതമൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തം മെത്രാനെ വേണമെന്നും പറഞ്ഞ് അവിടെ കുരിശിൽ കെട്ടിയ ആലാത്തുമേൽ പിടിച്ച് 1653 ജനുവരി 3 നടത്തിയ സത്യം ആണ് കൂനൻ കുരിശ് സത്യം. എന്നിട്ട് അതേ വർഷം തന്നെ മെയ് 22 12 വൈദികർ ചേർന്ന് ആലങ്ങാട്ട് വെച്ച് അഹത്തുള്ള എന്ന വ്യക്തിയുടെ മേൽ കൈകൾ വെച്ച് മെത്രാനായി അഭിഷേചിച്ചു. അങ്ങനെ ഈ കുരിശ് മൂലം കൊച്ചിയിലുണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾ ലാറ്റിൻ സമുദായം ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം ഭിന്നിച്ചു പിരിഞ്ഞു. പക്ഷെ എന്നാലും ഈ കുരിശ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ വ്യാപാരത്തിന് വരുന്നവർക്കൊക്കെ ഒരു ആശാകേന്ദ്രമായിരുന്നു ഈ കുരിശ്. അത് വഴിയോരത്ത് നാട്ടപ്പെട്ടത് കൊണ്ട് പാന്തൻ കുരിശെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഈ കുരിശിനടയിൽ കയറി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ മട്ടാഞ്ചേരിയിൽ ഒരു വ്യാപാരിയുടെ പക്കൽ നിന്ന് കുറേ സാധനങ്ങൾ കളവ് പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഈ കുരിശിൻ്റെ നടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുരിശിൻ്റെ നടയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിന്നെ കുരിശിന് സങ്കടം വരില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഭ്രാന്ത് പോലെയുള്ള അടയാളങ്ങളൊക്കെ കാണിച്ച് കുരിശിൻ്റെ നടയിൽ വന്നു. എന്നിട്ട് അയാളാണ് ആ സാധനങ്ങളൊക്കെ മോഷണം നടത്തി കൊണ്ടുപോയത്. ആ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു ഇയാൾക്ക്.
അന്ന് മുതൽ ഈ പാന്തൻ കുരിശ് ഭ്രാന്തൻ കുരിശായി. പിന്നീടത് കുരിയച്ചനായി. പ്രിയ കൂട്ടുകാരെ, കുരിശിൻ്റെ താഴെ നിന്ന് കരഞ്ഞാലുണ്ടല്ലോ, കുരിശ് വെറുതെ ഇരിക്കില്ല. കുരിശ് ചുമക്കാൻ നമുക്ക് തോളിലൊക്കെ വെച്ച് തരും. ഞാൻ പറഞ്ഞല്ലോ, താങ്ങാൻ പറ്റാണ്ടായിട്ട് കരഞ്ഞാലുണ്ടല്ലോ, കുരിശിൻ്റെ ഉടമസ്ഥൻ ഉറപ്പായിട്ടും വരും. നമുക്ക് കുരിശിൽ മാത്രമാണ് രക്ഷ എന്ന് ഓർക്കാം. അതുകൊണ്ട് തന്നെ ഈശോ തരുന്ന കുരിശുകൾ സധൈര്യം ഏറ്റുവാങ്ങാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ ഒരു കുരിശ് കോഴിക്കോട് ഭാഗത്തുണ്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, വളർന്നു വരുന്ന ഒരു കുരിശ്. മാവൂർ റോട്ടിൽ സാന്താക്രൂസ് ദേവാലയം. ഈ സാന്താക്രൂസ് എന്ന പോർച്ചുഗീസ് പദത്തിന് വിശുദ്ധ കുരിശ് എന്നാണത്രേ അർത്ഥം. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ഒരു മോടിയുമില്ല, കോടിക്കണക്കിന് രൂപയുടെ പള്ളിയൊന്നുമില്ല. ഒരു കൊച്ച് പൊര എന്ന് പറയാം. ഒരു കൊച്ച് എന്താ പറയുക, ഒരു കപ്പേള പോലെ. കപ്പേള എന്ന് പോലും പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ കുരിശ് വളർന്ന് വരുന്നത്. കുരിശിന് വളരാധികം സ്ഥലമൊന്നും വേണ്ട, അധികം മോടിയും വേണ്ട. ഈ കുരിശിനെ കുറിച്ച് കുറേ കഥകളുണ്ട്. പണ്ട് ഗോവക്കാരായ ചെമ്പോട്ടികൾ താമസിച്ച സ്ഥലമായിരുന്നത്രേ അത്. അവർ അവിടെ ചവക്കല്ലറ പണിത് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ച കരിങ്കല്ലിൽ പോർച്ചുഗീസുകാർ കുരിശ് കൊത്തിവെച്ചു എന്നാണ് ഒരു കഥ. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നിറയെ പുല്ല് വളർന്നിരുന്ന ഇവിടെ പുല്ലരിയാനെത്തിയ ഒരു സ്ത്രീയുടെ അരിവാൾ കല്ലിൽ തട്ടി. പെട്ടെന്ന് കല്ലിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അതറിഞ്ഞ് ഓടിക്കൂടിയ ഭക്തർ ദൈവിക സാന്നിധ്യം അറിഞ്ഞ് ഈ കൽക്കുരിശിനെ വണങ്ങാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. 800 വർഷത്തെ പഴക്കം കണക്കാക്കിയിട്ടുണ്ട് ഈ കുരിശുപള്ളിക്ക്. തീർത്ഥാടന കേന്ദ്രമാണ് പള്ളിക്ക്. ഈ കുരിശുപള്ളിക്ക് മുറ്റൊന്നുമില്ല കേട്ടോ, റോഡിലാണിത് നിൽക്കുന്നത്. ഇത് 1886 തുടക്കത്തിൽ ഒരു ഗോവക്കാരനായിരുന്ന ആൻ്റണി ഫെർണാണ്ടസ് കൊപ്ര വ്യാപാരിയായിരുന്നു. അയാൾ ഒരു ഓലഷെഡ് കെട്ടി കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നത്രേ. പിന്നീട് അത് കോഴിക്കോട് രൂപതയ്ക്ക് വിട്ടുകൊടുത്തതാണ്. ഇങ്ങനെ കൈമാറിയപ്പോൾ ഈ പള്ളിയിൽ മാസത്തിലൊരിക്കൽ ദിവ്യബലി അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം കുരിശുപള്ളിയിൽ വിശുദ്ധ കുർബാനയുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അവിടെ ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. ജാതി മത വർഗ വർണ്ണ ഭേദമെന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കൊച്ച് കപ്പേളയിൽ തടിച്ചു കൂടുക. എപ്പോഴും മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ യാതൊരു ആർഭാടങ്ങളൊന്നുമില്ല. ഒരു പാഴടഞ്ഞൊരു റൂമെന്നേ തോന്നുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അവിടെ ചെന്ന് ആ കുരിശ് വളർന്ന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അളവ് നോക്കുമ്പോൾ വളർന്ന് വരുന്നുണ്ടത്രേ. എന്തായാലും അവിടെ വെള്ളിയാഴ്ച പള്ളി എന്നാണ് പേര്. വെള്ളിയാഴ്ച രാവിലെ ജനങ്ങൾ തിങ്ങിക്കൂടും. റോട്ടിലും എവിടെയൊക്കെ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റും അവിടെയൊക്കെ അവർ സ്ഥലം കണ്ടുപിടിച്ച് നിൽക്കും. അതിന് മൈതാനമൊന്നും വേണ്ട, കോടിക്കണക്കിന് രൂപയുടെ പള്ളിയും വേണ്ട. ജനങ്ങൾ എവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നുന്നു അവിടേക്ക് വരും, ഒഴുകി വരും. അത് വെറുതെ അല്ല. ആ കുരിശുമേ തൊട്ട് പ്രാർത്ഥിച്ചാൽ കുരിശിൻ്റെ ഉടമസ്ഥൻ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരും പറയാതെ തന്നെ അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് 800 വർഷത്തെ പഴക്കമാണ്. ഈ കുരിശ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുരിശുമേ കുറച്ച് ഭാഷകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടു കിട്ടിയപ്പോൾ തന്നെ അതിന് 300 വർഷം പഴക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുരിശ് പല സ്ഥലത്തും, ഈ കുരിശ് പാന്തൻ കുരിശ്, അങ്ങനെ പല സ്ഥലത്തും കുരിശിൻ്റെ അടയാളങ്ങൾ ഇന്ന് കാലത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ മാപ്രാണം ദേവാലയത്തിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ വലിയ ആഘോഷമായിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. പ്രിയ കൂട്ടുകാരെ, അവിടെ എവിടെയൊന്നും പോയിട്ട് കുരിശ് കണ്ടുപിടിക്കാൻ നോക്കണ്ട. നിൻ്റെ കുരിശ് നിൻ്റെ വീട്ടിനുള്ളിലുണ്ടാവും എവിടെയെങ്കിലും, അല്ലേ? അതല്ലെങ്കിൽ നിൻ്റെ ജോലി സ്ഥലത്ത് ഉണ്ടാവും നിൻ്റെ കുരിശ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഈശോ വെഞ്ചിരിച്ച് ഓരോ കുരിശുകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് ഒരു കുരിശൊന്നല്ല, ഒന്നിലധികം കുരിശുകൾ ചുറ്റും ഉണ്ടാകും. അതുകൊണ്ട് കോഴിക്കോടും പോകണ്ട, മട്ടാഞ്ചേരിയിലും പോകണ്ട,
മാപ്രാണത്തും പോകണ്ട. നിൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ ഇതാ നിൽക്കുന്നുണ്ടാവും വെഞ്ചിരിച്ച കുരിശുകൾ. ഓരോ മിനിറ്റിലും നിന്നെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന കുരിശുകൾ, അല്ലെങ്കിൽ നിൻ്റെ നന്മ കണ്ടറിയാത്ത കുരിശുകൾ. അപ്പോൾ നീ പറയരുത്, ഹോ അന്ന് എന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഞാൻ കെട്ടിപ്പോയതാ, അല്ലെങ്കിൽ അന്ന് ആ കല്യാണ ബ്രോക്കർ അയാളെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഇങ്ങനെ പീസ് പീസാക്കി അച്ചാരാക്കി മാറ്റി എന്നെ ഞാൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഓടി നടക്കണ്ട, ബ്രോക്കർ മരിച്ചു വർഷങ്ങളായി. കല്യാണം ഉണ്ടാക്കിയവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് ഈശോ വെഞ്ചരിച്ച് തന്ന കുരിശാ. ആ കുരിശ് നീ ചുമക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് നിൻ്റെ തലയിൽ തന്നെ അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ആ കുരിശിലൂടെ അനേക ആത്മാക്കളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. അതാ നല്ലത്. കാരണം കല്യാണ ബ്രോക്കർ കാരണമൊന്നുമല്ല ആ കുരിശ് നിൻ്റെ ചുമതലയിൽ വന്ന് പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ അവരിവരും അധികാരികളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ സ്ഥാനം ഏറ്റെടുത്തത്. കുരിശായി അത് ഇന്ന അധികാരി കാരണമാണ്. അധികാരി കാരണമല്ല, അത് തമ്പുരാൻ നിൻ്റെ ചുമലിൽ വെച്ച് തന്നതാണ്. ചുമന്നോ, സന്തോഷത്തോടു കൂടി ചുമന്നോ. എന്നിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് പറ്റുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ കർത്താവ് വരും. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഓരോ കുരിശുകളെയും നോക്കി നമുക്ക് സന്തോഷിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ശരീരം ചീഞ്ഞ മണ്ണെടുത്ത് വന്നപ്പോൾ എല്ലാവരും വെറുത്തു. എന്തേ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആത്മാക്കളെ നേടാനുണ്ട്, പറ്റുമോ നിനക്ക്? ഫൗസ്റ്റീന പറഞ്ഞു, പറ്റും, ചീഞ്ഞോട്ടെ, അതുകൊണ്ട് കുറച്ച് നാൾ ഒന്ന് സഹിക്ക്. കുരിശാ, നമുക്ക് കുരിശുകളെ സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈശോ വെഞ്ചരിച്ച് തന്ന നമ്മുടെ കുരിശുകളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. കുരിശ് ഇല്ലാതെ ഒരു ജീവിതവുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും കുരിശുണ്ട്. പക്ഷേ അത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റെടുക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം മനുഷ്യർക്കത് സാധ്യമല്ല. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. എല്ലാ അസാധ്യമായതും സാധ്യമാക്കുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ വെഞ്ചരിച്ച് തന്ന ആ കുരിശുണ്ടല്ലോ കർത്താവെ, ആ കുരിശിനെ ഒന്ന് സ്വീകരിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യർക്കായിട്ട് ദൈവം വെച്ചിട്ട് പോകുന്നതാണ് കുരിശ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ കുരിശെടുത്തു, എല്ലാം ശരിയായി, ഇനി കുരിശും കൊണ്ട് ഞാൻ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് കർത്താവ് ആ കുരിശും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയില്ല. ആ കുരിശും മുൾമുടിയും ആണികളും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ആ കുരിശ് ഇവിടെ ഇട്ടത് എന്തിനു വേണ്ടിയാണെന്നോ? വരും കാലത്തിൽ ലോകത്ത് നടക്കുന്ന മഹാ അപരാധങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് പരിഹാരമായിട്ട് ആരെങ്കിലും കുരിശ് ചുമക്കാൻ സന്നദ്ധരാണെങ്കിൽ ആ കുരിശെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പ്രിയ കൂട്ടുകാർ, കർത്താവിനോട് എന്തേ എനിക്കിങ്ങനെ എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ കർത്താവ് എന്താ പറയുക എന്നറിയോ? ഒരിക്കൽ ഒരു പുരോഹിതനോട് ഒരമ്മച്ചി എപ്പോഴും വന്ന് പറയും, 25 വർഷമായി ഞാൻ ഈ കുരിശ് ചുമക്കുന്നു, 25 വർഷമായി ഞാൻ ഈ കുരിശ് ചുമക്കുന്നു, ഇനി എന്ത് ചെയ്യും? അപ്പോൾ വൈദികൻ കർത്താവിൻ്റെ കുരിശ് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കർത്താവും ഇതുപോലെ കുരിശ് ചുമന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു പടി കൂടെ മുന്നേറിയ ആ അമ്മച്ചി എന്നിട്ട് പറഞ്ഞു, കർത്താവിന് ഷിമിയോൻ സഹായിക്കാനുണ്ടായിരുന്നു, എനിക്ക് ആരുമില്ല. അപ്പോൾ വൈദികൻ അമ്മച്ചിയോട് ചോദിച്ചു, നീ കർത്താവിൻ്റെ കുരിശിൻ്റെ മറുപുറം കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ വേഗം പറഞ്ഞു, കണ്ടിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഇല്ല, അതൊഴിഞ്ഞു കിടക്കാണ്, അവിടെ ആരുമില്ല. വൈദികൻ പറഞ്ഞു, നീ അവിടെ കയറി കിടന്നോ,
നിനക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുള്ളതാ ആ സ്ഥലം. എന്നിട്ട് അവിടെ കിടന്ന് നീ പിടയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കർത്താവ് പറയും, മോളെ ധൈര്യമായിരിക്കെ, ഞാനിപ്പുറത്തുണ്ട് എന്ന്. കർത്താവിൻ്റെ കുരിശിലാണ് നാം കിടക്കുന്നതെങ്കിൽ പിന്നെ നാം എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, കുരിശിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, തിരുനാളാണ്, കുരിശിൻ്റെ പുകഴ്ചയാണ്, ഇതൊക്കെ പറയാൻ നല്ല രസമാണ്. പക്ഷേ കുരിശ് പച്ചയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത് എങ്ങനെ നമ്മൾ സ്വീകരിക്കും എന്നത് ഒരു വലിയ ചിന്തയാണ് കേട്ടോ. കർത്താവ് പറയാണ്, നീ എൻ്റെ കുരിശിൻ്റെ മറുപുറത്താണ് കിടക്കണേ, നീ അവിടെ മിണ്ടാണ്ട് കിടന്നു, കാരണം ഞാൻ ഇപ്പുറത്തുണ്ട്, വിട്ടു പോയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. കർത്താവ് നമുക്കായിട്ട് ഇവിടെ മറന്നു വെച്ച് പോയതല്ല, ബോധപൂർവം വെച്ച് പോയ കുരിശിനെ, ആ കുരിശാണ് നമ്മുടെ രക്ഷ എന്ന ബോധ്യം ഉള്ളിലേക്ക് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കുരിശിൻ്റെ പിറകിൽ ഒഴിഞ്ഞുകിടക്കുന്നൊരു സ്ഥലമുണ്ട് എന്ന് എപ്പോഴും ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.